ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ചെയ്താലോ? പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാവയ്ക്ക റോസ്റ്റാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിത് ഇവിടെ ഒരു വലിയ പാവയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. അതുപോലെ നല്ല ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ പാവയ്ക്കയുടെ കയ്പ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മോരും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് മോരും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മോരും വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം പാവയ്ക്കയിൽ കുറച്ച് ഉപ്പ് പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പാവയ്ക്കയിൽ നിന്ന് നന്നായിട്ട് നീര് വന്നിട്ടുണ്ടാവും. ആ നീരങ്ങ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴും കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. പാവയ്ക്ക മോരിൽ സോക്കാവുന്ന ആ അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില, വളരെ കുറച്ച് മതി, ഒരു 3 ഇതൾ മതി. ഇനി 3 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ കൂടി പോകരുത്, കയ്പ്പ് രസം വരും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം, വളരെ കുറച്ച് മതി. ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതുപോലെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ഇത് വളരെ ചെറിയ അളവായതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ഒരുമിച്ച് ചേർത്ത് വറുത്തെടുക്കുന്നത്. വലിയ അളവ് ചെയ്യുകയാണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം. മല്ലിയും ഉണക്കമുളകൊക്കെ നന്നായിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടിവശത്തിൻ്റെ ചൂടുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ മോരിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഒന്ന് പിഴിഞ്ഞെടുക്കാം. അരമണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് പാവയ്ക്ക നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. വേറെ സെപ്പറേറ്റ് കഴുകിയെടുക്കൊന്നും വേണ്ട, ഈ മോരിൽ തന്നെ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. ഇതാ മുഴുവൻ പാവയ്ക്ക ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇനി ഈ ഉഴുന്നുപരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മോരിന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർക്കാം. ആ പാവയ്ക്ക ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ പാവയ്ക്ക ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. പാവയ്ക്ക നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വാളംപുളി പിഴിഞ്ഞതാണ്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്, നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തതാണ്. അത് ചേർക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത് ചേർക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 അച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നത്. അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ പുളിയും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കരയുടെ മധുരവും പുളിയൊക്കെ വരുമ്പോൾ ഈ പാവയ്ക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ നിങ്ങൾ ശർക്കര ഒഴിവാക്കിയിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്, കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ പുളി ഒഴിക്കുന്നതുകൊണ്ട് പുളി കൂടുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട, ഒന്നുമില്ല, കറക്റ്റായിരിക്കും. ഈ പുളിയും ശർക്കരയും കൂടി ചേരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കൊടുക്കുക. അതിപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും.
നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കയ്പക്ക കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ml ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും കയ്പക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കയ്പക്കയിലുള്ള വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കാണുന്നില്ല, എണ്ണ തെളിഞ്ഞ് വന്നത്, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മസാല ചേർക്കുന്നതിന് മുമ്പായിട്ട്. ഈ മസാല കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. കാരണം ഈ മസാല എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആ മസാല എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതാ കണ്ടോ, ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ആ എണ്ണയിൽ കിടന്നിട്ട് മസാല നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയമൊക്കെ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഈ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ ഡിഷിന്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ഒക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.